ഓൾ, വെൽക്കം ടു ലൈഷ് ഡിസൈനർ ഹൗസ്. അപ്പോൾ നമ്മുടെ റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. അതിൽ തന്നെ കൂടുതൽ ഓണം റിലേറ്റഡ് തന്നെയാണ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡയബിൾ കളക്ഷൻസിലേക്ക് പോവാം കേട്ടോ. ഫസ്റ്റ് ഐറ്റം തന്നെ തേർഡ് റീസ്റ്റോക്ക് ഐറ്റം ആണ് കേട്ടോ. 3 times ആണ് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അത്രയും ഡിമാൻഡുള്ളൊരു ഫാബ്രിക്കാണ്. ചന്തേരി ബേസിൽ ഇതേപോലെ ബ്രോഡായിട്ടുള്ളൊരു ബോർഡറാണ് വന്നിരിക്കുന്നത്. സ്കേർട്ടിനും നമുക്ക് സാരീസിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 165 റുപ്പീസാണ് കേട്ടോ, പെർ മീറ്റർ റേറ്റ്. ഇതിൻ്റെ വിഡ്ത്ത് 44-ൽ കൂടുതലുണ്ട്. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത്. ഡയബിൾ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് റഷ്യൻ ജക്കാർഡിലാണ്. ഇതേപോലെ 6 പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. 44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത്. 290 ആണ് മീറ്റർ റേറ്റ്. ഇത് നമുക്ക് ഒരു ഫ്ലെയർ സ്കേർട്ട് തയ്ക്കാനൊക്കെ നല്ലതായിരിക്കും. അതേപോലെ കുർത്തിക്കും നമുക്ക് ബ്ലൗസസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. നെക്സ്റ്റ് ഡയബിൾ ഫാബ്രിക് വരുന്നത് ജോർജറ്റ് ബേസിലാണ്. ഇതേപോലെ ത്രൂ ഔട്ട് ഗോൾഡൻ വീവിങ്ങും സീക്വൻസ് വരുന്നുണ്ട്. എൻഡിലേക്ക് ഇതേപോലെ ബോർഡർ വരുന്നുണ്ട്. സ്കേർട്സിനൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും ബോട്ടം പാർട്ടിലേക്ക് ഈ വർക്ക് വരുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് 310 റുപ്പീസ് പെർ മീറ്റർ ആണ്. 44 ഇഞ്ചാണ് ഈ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ ഓൾ ഓവർ വ്യൂ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ജോർജറ്റ് ബേസിൽ വരുന്ന ലുറെക്സ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് കാണാം. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ ഓൾ ഓവർ വ്യൂ വരുന്നത്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇതേപോലെ ത്രൂ ഔട്ട് ഗോൾഡൻ ആൻഡ് ഓഫ് വൈറ്റിൻ്റെ ത്രെഡ് ആൻഡ് വീവിംഗ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 240 റുപ്പീസ് പെർ മീറ്റർ ആണ്. സാരി ആയിട്ടും നമുക്ക് സ്കേർട്ടായിട്ടും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. നെക്സ്റ്റ് ഡയബിൾ ലുറെക്സ് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ധാവണിയായിട്ട് പല കളേഴ്സിലേക്ക് ഇത് ഡൈ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. ഈ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് 170 റുപ്പീസ് പെർ മീറ്റർ ആണ്. വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചസ് ആണ്. ദുപ്പട്ടയായിട്ടും സാരി ആയിട്ടും ഒക്കെ നന്നായിട്ട് ഈവൻ സ്കേർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് ജോർജറ്റ് ബേസിലാണ് വരുന്നത്. ഇതേപോലെ തന്നെ ഗോൾഡൻ ലൈൻസ് പോകുന്നുണ്ട്. ദുപ്പട്ടയ്ക്കൊക്കെ അതേപോലെ സാരീസിനൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഇതിൻ്റെ മീറ്റർ റേറ്റും വരുന്നത് 170 റുപ്പീസ് പെർ മീറ്റർ ആണ്. നല്ല ബ്രൈറ്റ് ഗോൾഡിൻ്റെ ലൈൻസാണ് ഇതിൽ വരുന്നത്. 44 ഇഞ്ചസ് ആണ് ഈ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നതും ജോർജറ്റിൻ്റെ ബേസിൽ വരുന്ന ലൈൻസിൻ്റെ പാറ്റേൺ ആണ്. ഒരു ഡൾ ഗോൾഡിലാണ് ഈ ഫാബ്രിക്കിൻ്റെ ഫിനിഷിങ് വന്നിരിക്കുന്നത്. 44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ദുപ്പട്ടാസിനും സാരീസിനൊക്കെ ഈക്വലി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഇതിൻ്റെ റേറ്റും 170 റുപ്പീസ് പെർ മീറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കോറ കോട്ടൺ ബേസിലുള്ള ഫാബ്രിക്സ് കാണാം. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 6 പാറ്റേൺ ആണ്. കോട്ടൺ ബേസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുർത്തീസിനും സ്കേർട്ടിനും ടോപ്പിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് 160 റുപ്പീസ് പെർ മീറ്റർ ആണ്. നെക്സ്റ്റ് വരുന്നത് കോറ കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. 160 ആണ് മീറ്റർ റേറ്റ്. ഇതും 44 ഇഞ്ച് തന്നെയാണ് വിഡ്ത്ത് വരുന്നത്. ഇതിൽ ഇതേപോലെ തന്നെ ഒരു ബുട്ട ഡിസൈൻ പോകുന്നുണ്ട് ഗോൾഡൻ ത്രെഡ് വർക്കിൽ. നെക്സ്റ്റ് വരുന്നത് കോറ കോട്ടൺ ബേസിൽ മൾട്ടി ത്രെഡ് വർക്ക് എംബ്രോയിഡറി വരുന്ന ഫാബ്രിക്കാണ്. 44 ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. 225 ആണ് ഈ ഫാബ്രിക്കിൻ്റെ മീറ്റർ റേറ്റ്. ഇത് ഈക്വലി സാരീസിനും സ്കേർട്സിനും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ ഓൾ ഓവർ വ്യൂ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓർഗൻസിയിൽ വരുന്ന ബനാറസി ഫാബ്രിക്സ് ആണ്. 44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. 2 സൈഡ്സ് ഇതേപോലെ തന്നെ ബനാറസി ബോർഡറും ത്രൂ ഔട്ട് ബുട്ട ഡിസൈനും വരുന്നുണ്ട്. സാരീസിനും ടോപ്സിനും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. നമുക്ക് മറ്റു കളേഴ്സ് കണ്ടു നോക്കാം. ഓഫ് വൈറ്റ്, ഡാർക്ക് പർപ്പിൾ, dark blue, dark pink and mint green. നെക്സ്റ്റ് വരുന്നത് മലായ് സിൽക്കിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് വീവിങ് വരുന്ന ഫാബ്രിക്സ് ആണ്. ഇത് നമുക്ക് സ്കേർട്സിനും ബ്ലൗസസിനും സാരീസിനൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്, പ്രത്യേകിച്ച് ഈ ഓണം സീസണിലേക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 260 റുപ്പീസ് പെർ മീറ്റർ ആണ്. 44 ഇഞ്ചാണ് ഈ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ്. beige, haldi yellow, black, maroon and bottle green. നെക്സ്റ്റ് വരുന്നത് ബോർഡറുള്ള ബനാറസി ഫാബ്രിക്സിൻ്റെ കളക്ഷനാണ്.
ഇത് നമുക്ക് സ്കേർട്ടായിട്ടും സാരിയായിട്ടും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വരുന്നത് ബോർഡർ പാർട്ടിലേക്ക് ഇതേപോലെ തന്നെ ഗോൾഡൻ ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി വരുന്ന ഫാബ്രിക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 580 റുപ്പീസ് പെർ മീറ്റർ ആണ്. അപ്പോൾ ഇത് നമുക്ക് സ്കേർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. ബ്രൈഡൽസിനൊക്കെ യൂസ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും ഈ ഫാബ്രിക്. ഇതിൻ്റെ എൻ പാർട്ടിലേക്കുള്ള ബോർഡർ നമുക്ക് സ്ലീവിൽ മാത്രം അറ്റാച്ച് ചെയ്തിട്ട് വർക്കുള്ളൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും നല്ലതായിരിക്കും. 44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. 580 ആണ് മീറ്റർ റേറ്റ്. നെക്സ്റ്റ് വരുന്നത് ബോട്ടം പാർട്ടിലേക്ക് ഇതേപോലെ വീതി കൂടിയ ബോർഡർ വരുന്ന ബക്കറ്റ് ഫാബ്രിക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇത് നമുക്ക് സ്കേർട്ടായിട്ട് ഒക്കെ എടുക്കാനും വളരെ നല്ലതായിരിക്കും. ഈവൻ ബ്ലൗസ് സിസ്റ്റം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഹാൻഡ് വർക്ക് വരുന്നില്ല, ജെറി ഡിസൈനാണ് വരുന്നത്. 250 ആണ് മീറ്റർ റേറ്റ്. ഫസ്റ്റ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചിക്കു കളർ, ഡാർക്ക് ഗ്രീൻ, മെറൂൺ, ലാവൻഡർ ആൻഡ് ഫൈനലി ബേൺഡ് ഓറഞ്ച് കളർ. നെക്സ്റ്റ് വരുന്നത് റയോണിൽ ത്രെഡ് വർക്ക് ആൻഡ് സീക്വൻസ് വർക്ക് വരുന്ന ഫാബ്രിക്സ് ആണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ ഓൾ ഓവർ വ്യൂ വരുന്നത്. ഇത് നമുക്ക് ബ്ലൗസസിനും സ്കേർട്ടിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഈവൻ നമുക്ക് കേരള സാരി ആയിട്ടൊക്കെ ബ്ലൗസായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് 200 റുപ്പീസ് പെർ മീറ്റർ ആണ്. 44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഫാബ്രിക്കിൻ്റെ മറ്റ് കളേഴ്സ് കണ്ടു നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഫാബ്രിക്കിന് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ അടുത്ത കളക്ഷൻസ് ആയിട്ട് ഉടനെ കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.